അസ്സലാമലൈക്കും. മാളൂസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ചിക്കൻ സെവിയ ബിരിയാണി. അതിനും വേണ്ടി സാധനം അതിൻ്റെ വരാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോകുക. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണുന്നതിന് മുൻപായിട്ട് മാളൂസ് കിച്ചൺ ചാനലിലേക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഉണ്ടാക്കാൻ ഞാൻ 1/2 കിലോ സേവിയാണ് എടുത്തിട്ടുള്ളത്. 2 ഉള്ളിയും, കുറച്ച് പുതിനൻ്റെ ഇല, 2 പച്ചമുളക്, മല്ലിയില, ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്, പട്ടിയും കറാമ്പും കുറച്ച്, പിന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ചിക്കനും കുറച്ച് ഉപ്പും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഒരടുപ്പത്ത് ചിക്കനും വെച്ച് ഒരടുപ്പത്ത് അതിനുണ്ട പാത്രം വെച്ച് ഉണ്ടാക്കാനുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. രാത്രിയാണ് ഞാൻ ഡിന്നർക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിലേക്ക് 2 പട്ടിയും കറാമ്പും, കുറച്ച് പിന്നെ ഒരു 4 പച്ചമുളകും, പിന്നെ അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റോളം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മൂക്കണം കേട്ടോ. എന്നിട്ട് ഉള്ളി ഇടാൻ പാടുള്ളൂ. പിന്നെ അത് 2 ഉള്ളികളോട്ട് അതൊന്ന് നല്ല മൂത്തിട്ടെ. പിന്നെ അതിലേക്ക് 2 തക്കാളി മുറിച്ച് കൊടുക്കണം. പിന്നെ അതിന് കുറച്ച് വേകാനുണ്ട് ആവശ്യത്തിന് ഉപ്പ്. വേഗം അത് തക്കാളി വെന്ത് പൊടിയും, അതിനു വേണ്ടിയാണ് അതിൻ്റെ ഉപ്പ് ഇടുന്നത്. അപ്പുറത്തെ സ്റ്റൗവിൽ ചിക്കൻ നല്ല തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 സ്പൂൺ മുളക് പൊടിയും, 1/2 സ്പൂണ് ധനിയ പൗഡറും. അപ്പുറത്തെ സ്റ്റൗവിന് കുറച്ച് ചിക്കൻ്റെ വെള്ളം ഇട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കണം. എണ്ണ കുറവായതുകൊണ്ട് കത്തിക്കരിയും. പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും ചിക്കൻ്റെ. ഇതൊന്ന് നല്ല ഒന്ന് വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ചിക്കനൊക്കെ അവിടെ മാറ്റി വെക്കണം. ഈ തളിച്ച വെള്ളത്തിലേക്ക് ഈ സേമിയ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ ദമ്മായിട്ടുണ്ട്. ഇന്ന് ഇറച്ചിയൊക്കെ ഒന്ന് എല്ലുന്നെല്ലാം വേർതിരിച്ചിട്ട് ഇപ്പോൾ വെറും ചിക്കനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലുണ്ടാവാൻ പാടില്ല. പിന്നെ അതിലേക്ക് മല്ലിയില കുറച്ച്, എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കാം. നമുക്ക് ദമ്മാവട്ടത് ആയിട്ടുണ്ട്. എടുക്കുന്ന നമുക്ക് സേവ് ചെയ്യാം. ഇതിപ്പോൾ ഇതായി കിട്ടിയിട്ടുണ്ട്. ഇതേമാതിരി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.